ഇത് മനുഷ്യത്വരഹിതമായ നിലപാട് തന്നെയാണ്. ദുരന്തം പോലും, മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തൊരു ദുരന്തത്തെ പോലും രാഷ്ട്രീയമായി വർഗീയമായി പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് ഇതിന്ന് വെളിവാകുന്നത്. കേരളത്തിന്റെ നഷ്ടം, ആ നഷ്ടം പൂർണ്ണമായി കൊടുത്തില്ലെങ്കിൽ പോലും അതിനോടൊരു നല്ല സമീപനം പോലും സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഈ ദുഷ്ടലാക്കാണ് കേന്ദ്ര ഭരണാധികാരികളെ കേരളത്തിനോട് കാണിക്കുന്ന ഈ ചിറ്റമ്മ നയം. വയനാട്ടിലെ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. ആ ആഘാതത്തിൽ നിന്ന് പതുക്കെ പതുക്കെ കേരളം കരകയറുന്നേയുള്ളൂ. ആ സാഹചര്യത്തിലാണ് എയർലിഫ്റ്റിങ്ങിനായി ഉപയോഗിച്ച തുക കേന്ദ്രം തിരിച്ചു വാങ്ങിയിരിക്കുന്നത്. ദുരന്തത്തിന് ആശ്വാസമേകാൻ എന്തെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിന് ഇത് വലിയൊരു ഇരുട്ടടിയായി. എൻ്റെ കൂടെയുള്ളത് എസ്കുട്ടി സാർ. ദുരന്തം അതൊരു ദുരന്തമായി കാണുക എന്നുള്ളത് മനുഷ്യത്വപരമായ സമീപനം മാത്രമാണ്. ചില BJP നേതാക്കന്മാർ പറഞ്ഞത് 3 വാർഡിലല്ലേ ഇത് സംഭവിച്ചുള്ളൂ. പക്ഷെ ഒരു ചെറിയ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം, മരണം, വീടുകൾ നഷ്ടപ്പെടൽ, ഉറ്റവർ നഷ്ടപ്പെടൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ സംഭവമാണ് വയനാട് നടന്നത്. ഈ സമയത്ത് നടന്ന ത്രിപുരയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തു, ഒപ്പിക്കും കൊടുത്തു. എന്നിട്ടും എന്തുക്ഷരഹിതമല്ലേ സാർ? തീർച്ചയായിട്ടും ഇത് മനുഷ്യത്വരഹിതമായ നിലപാട് തന്നെയാണ്. ഈ ഹെലികോപ്റ്റർ വാടക തിരിച്ചു മേടിച്ചു എന്ന് മാത്രമല്ല ഇതിൽ പ്രശ്നം. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ്, ഒരു സംസ്ഥാനമാണ്. ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് നിരവധി സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. ഇത് കീഴ്മേൽ ബന്ധം എന്ന അർത്ഥത്തിലല്ല, ഉടമ അടിമ ബന്ധവുമല്ല. തീർച്ചയായിട്ടും ഈ യൂണിയനുകള്, ഈ സംസ്ഥാനങ്ങൾ ആകെ ചേരുന്ന ഒരു യൂണിയൻ ഗവൺമെന്റ്, അതിനാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയാം. ആ കേന്ദ്ര ഗവൺമെന്റ് തുല്യമായി എല്ലാ സംസ്ഥാനങ്ങളെയും കാണുന്നതിന് പകരം ഒരു ദുരന്തം പോലും, മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തൊരു ദുരന്തത്തെ പോലും രാഷ്ട്രീയമായി വർഗീയമായി പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് ഇതിന്ന് വെളിവാകുന്നത്. കേരളത്തിന്റെ നഷ്ടം, ആ നഷ്ടം പൂർണ്ണമായി കൊടുത്തില്ലെങ്കിൽ പോലും അതിനോടൊരു നല്ല സമീപനം പോലും സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഈ ദുഷ്ടലാക്കാണ് കേന്ദ്ര ഭരണാധികാരികളെ കേരളത്തിനോട് കാണിക്കുന്ന ഈ ചിറ്റമ്മ നയം കാണിക്കുന്നത്. മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഒന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ദുരന്തത്തിന്റെ ആഘാതം പഠിക്കാനോ അതിനാവശ്യമായ സമയമെടുക്കാനോ ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യട്ടെ. പക്ഷേ ഈ സംഭവം മേലെ നിന്നും താഴെ നടന്നു എല്ലാം കണ്ട മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോഴത്തെ ഒരു സഹമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി അടക്കം ഉണ്ടായിരുന്നതാണ്. ആ അദ്ദേഹത്തിനടക്കം ഈ കാര്യങ്ങളാകെ ബോധ്യപ്പെട്ടിട്ട് കേരളത്തിന് കുറച്ച് തുക അഡ്വാൻസായി കൊടുക്കുക, കണക്കൊക്കെ നമുക്ക് പിന്നീട് സെറ്റിൽ ചെയ്യാം. കേരളം അവിടെ നഷ്ടപ്പെട്ട ജീവിതങ്ങൾ വീണ്ടും പുനരുദ്ധരിക്കാനുള്ള പരിശ്രമം നടത്താനുള്ള ഒരു അഡ്വാൻസ് തുക പോലും കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകാത്തത് തികച്ചും തെറ്റായ നിലപാടാണ്. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒന്നാണ്. കേരളം എന്നൊരു സംസ്ഥാനമാണ്, കേരളം ഇന്ത്യക്ക് പുറത്തല്ല. ആ അർത്ഥത്തിൽ പോലും ഈ കാര്യങ്ങളെ കാണാൻ കേന്ദ്ര ഭരണാധികാരികൾ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അവരെ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പോലും നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അത്രയും മോശപ്പെട്ട ഒരു നിലയാണ് വയനാട് ദുരന്തത്തോട് കാണിച്ചത്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ എല്ലാം ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളൊക്കെ പോട്ടെ, കേരളത്തിലെ മാധ്യമങ്ങൾക്കെങ്കിലും അവിടെ ഉണ്ടായത് എന്താണ് എന്ന കാര്യം വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെന്റിനും വിശേഷിച്ച് മുഖ്യമന്ത്രി സഖാവ് പിണറായിക്കുമെതിരെ എന്തെങ്കിലും കിട്ടുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന ഒരു വ്യഗ്രതയും കേരളീയരായ മലയാളികളായ മാധ്യമപ്രവർത്തകർ ഉൾക്കൊള്ളുന്ന ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. അത് സുരേന്ദ്രൻ പറഞ്ഞ ഭാഷയിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ അവർ കാണിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. കാരണം ഒരു എസ്റ്റിമേറ്റാണ് കൊടുത്തത്. ആ എസ്റ്റിമേറ്റിന് സാധാരണ ഇതിൽ എന്താണ് ഒരു എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ യഥാർത്ഥ ചെലവല്ല. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം നമ്മുടെ ഇവിടെ 4 ലക്ഷം റുപ്യ ഒരു വീടിന് കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ്
പിന്നെ 1.34 1.35 ഒരു വീടിന് കൊടുക്കണം. ഒരു ബോഡി മറിവ് ചെയ്യാൻ എത്ര കാശ് വേണം? ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച പിന്നെ അത് ഒരാഴ്ചക്കാലം ആഘോഷമാക്കി നടന്ന, അവസാനം ചില മാധ്യമങ്ങൾ തെറ്റു പറഞ്ഞു, മാപ്പ് പറഞ്ഞു, അതൊക്കെ മറ്റൊരു കാര്യം. പക്ഷേ അവരൊരാഴ്ചക്കാലം ഈ പിണറായി ഗവൺമെന്റിനെതിരായിട്ട്, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് വയനാടിനെ പോലെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സംഭവത്തിൽ കൃത്യമായി പ്രതികരിക്കാൻ ഒരു മാധ്യമങ്ങൾക്കും കഴിഞ്ഞില്ല എന്നത് തീർത്തും നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ്. വയനാട്ടില് അനുഭവിച്ച ദുരന്തം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു പക്ഷേ തങ്ങളുടെ വടക്കാഞ്ചേരി പ്രദേശത്ത് ഇതുപോലെ തന്നെ ഒരു ലാൻഡ് സ്ലൈഡിന്റെ ദുരന്തം താങ്കൾ കുറച്ചെങ്കിലും പോയി കണ്ടു. ഇപ്രാവശ്യം വാണിംഗ് ഉണ്ടായിരുന്നു ദുരന്തത്തിന്റെ. അത് കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ കഴിയാത്ത അത്രയും ഭീകരമായിരുന്നു. ഇവിടെ പേര് മറ്റേ പാർലിക്കാട് ഉണ്ടായത്. പാർലിക്കാട് തന്നെയാണ്. അതെ, അവിടെ പോയിരുന്നു. പക്ഷേ അവിടേക്ക് അടുക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇത് പൊട്ടിയൊലിച്ചു വരുന്നത്. മോഹനേട്ടന്റെ കട, ഇപ്പോൾ അവിടെ മോഹനേട്ടന്റെ കട എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക പേരുണ്ട്. ആ കടയൊക്കെ ആകെ കുത്തിയൊലിച്ചു പോയി. അത്തരം ഒരു അപകടത്തെ മണ്ണ് മാത്രമല്ലല്ലോ വരുന്നത്. മണ്ണ് മാത്രമാണെങ്കിൽ സമാധാനമുണ്ട്. പാറകൾ എല്ലാം കൂടി കുത്തിയൊലിച്ചു വരിക ചെയ്യുന്നത്. അത് താങ്ങാൻ പറ്റില്ല. ഒന്നിനും അതിനൊരു നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. വയനാട്ടിൽ 10 അല്ല 100 200 ഇരട്ടിയാണ്. അവിടെ 400 ചില്ലാനും വീടുകള്, അല്ലെങ്കിൽ 10-200 വീടുകള്, 400 ചില്ലാനും മരണം, കാണാത്ത ആളുകള്, കണ്ട ആളുകള്, ഒരുമിച്ച് കിടന്നുറങ്ങിയ ആളുകളിൽ ആ ദുരന്തത്തിന്റെ ഭാഗമായി പിറ്റേ ദിവസം കാലത്ത് ഒരാൾ രക്ഷപ്പെടുന്നു, 3 ആൾ നഷ്ടപ്പെടുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ തലേ ദിവസം രാത്രി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ കിടക്കുകയാണ്, 2 മുറിയിലോ 3 മുറിയിലോ എങ്ങനെയാ. പക്ഷേ ഒരാൾ രക്ഷപ്പെട്ടു, ബാക്കി എല്ലാവരും പോയി. അത്രയും വലിയൊരു ദുരന്തത്തെയാണ് ആ ദുരന്തത്തെ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നവർക്ക് അവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. അത് കേരളത്തിനോടെതിരെ, കേരളത്തിന് ഒരു കാരണവശാലും സഹായം നൽകില്ല, കേരളത്തിന് പദ്ധതി വീതം നൽകില്ല, കേരളത്തിന് പൊതുമേഖലാ വീതം നൽകില്ല, കേരളത്തിന് ആളോഹരി വീതം നൽകില്ല, കേരളത്തിന് നികുതി വീതം നൽകില്ല. ഇതൊരു അജണ്ടയാണ്. ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? 3.5 കോടി മലയാളികളുള്ള കേരളം ഒന്നിച്ചു നിന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങളാണിത്. അതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. അതിനെ സഹായിക്കേണ്ട മാധ്യമങ്ങൾ അതിനെതിരായിട്ടുള്ള പ്രചാരവേല സംഘടിപ്പിക്കുന്നു എന്നത് വളരെ കഷ്ടതരമാണ്. താങ്ക് യു സർ.